കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ലോ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലെക്ചർ സീരീസ് തുടരുന്നു. കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച കോപ്പറേറ്റീവ് ആക്ട് 1969 എന്ന ഭാഗത്തു നിന്നുള്ള MCQ ക്വസ്റ്റ്യനുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അത്തരം ക്വസ്റ്റ്യനുകളും അവയുടെ വിശദീകരണവും ആ ഏരിയയിൽ നിന്ന് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളും ഉൾപ്പെടുത്തി പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോയിലേക്ക് സ്വാഗതം. തുടർന്ന് വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 19B ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് അബൌട്ട്. സെക്ഷൻ 19B എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. ഇവിടുത്തെ റൈറ്റ് ആൻസർ റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. 19B section deals right of a member to get information. ഒരു സൊസൈറ്റിയിൽ ആ സൊസൈറ്റി മെമ്പർക്ക് റീസണബിൾ സമയത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന അതല്ലെങ്കിൽ 1969 ആക്ട് 1969 റൂൾസിൻ്റെ അപ്ഡേറ്റ് കോപ്പി, അതുമല്ലെങ്കിൽ സൊസൈറ്റിൻ്റെ ബൈലോ, മെമ്പേഴ്സിൻ്റെ രജിസ്റ്റേഴ്സ്, ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, അതുമല്ലെങ്കിൽ ഈ മെമ്പറുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ്, ട്രാൻസാക്ഷൻസ്, അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ തുടങ്ങിയവ ലഭിക്കാനുള്ള റൈറ്റ് 19Bയിലാണ് പറയുന്നത്. അതാണ് റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഏത് സമയത്തും ഇത്ര ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കാനുള്ള ഒരു അവകാശം റീസണബിൾ ടൈം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകം ആർക്കുണ്ട്? മെമ്പർക്കുണ്ട്, സൊസൈറ്റി മെമ്പർക്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വെസ്റ്റ് വിത്ത് ഇറ്റ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ഫൈനൽ അതോറിറ്റി, സുപ്രീം അതോറിറ്റി ആരുടെ കയ്യിലാണെന്നാണ് ക്വസ്റ്റ്യന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ഓപ്ഷനായ ജനറൽ ബോഡി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നതാണ്. ജനറൽ ബോഡി ആണ് ഫൈനൽ അതോറിറ്റി അതല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി എന്ന് അറിയപ്പെടാറ്. സെക്ഷൻ 29 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 സെക്ഷൻ 29ലാണ് ജനറൽ ബോഡിയെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. ജനറൽ ബോഡിക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റി, അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ആനുവൽ റിപ്പോർട്ട്സ്, ഓഡിറ്റ് റിപ്പോർട്ട്സ്, ബഡ്ജറ്റ് റിപ്പോർട്ട്സ് തുടങ്ങിയ റിപ്പോർട്ടുകൾ പാസ്സാക്കൽ. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു പോയിൻ്റ്, CCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡി ഇല്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് ജനറൽ ബോഡിയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഒക്കെ ഉള്ളത്. ഇതും പലപ്പോഴും ചോദിക്കാറ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 29ലാണ് KCS ആക്ട് 29 സെക്ഷനിലാണ് ജനറൽ ബോഡിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റിസർവേഷൻ ഫോർ വിമൻ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് belonging to scheduled caste or scheduled tribe in the committee is made compulsory under section. നമുക്കറിയാം KCX ആക്ട് സെക്ഷൻ 28A, അതായത് ഇവിടെ ആൻസർ ഡി ഓപ്ഷന് 28A ഓഫ് KCX ആക്ടിലാണ് 3 മെമ്പേഴ്സിൽ 3 മെമ്പർ വിമൻസിന് വേണ്ടി മാറ്റി വെക്കണമെന്നും അതിൽ 1 SC or STക്ക് വേണ്ടിയിട്ടുള്ള റിസർവ് ചെയ്തതാണ്. 3 എണ്ണം വിമൻ മെമ്പേഴ്സിനും 3-ൽ 1 അതിൽ ഒരെണ്ണം SC or ST റിസർവ് ചെയ്തതാണ്. ഇത് സൂചിപ്പിക്കുന്ന ആക്ട് സെക്ഷൻ 28A. അടുത്ത ക്വസ്റ്റ്യന്. ഗവൺമെൻറ് മേ എക്സംപ്റ്റ് ആൻഡ് സൊസൈറ്റി ഫ്രം എനി ഓഫ് ദി പ്രൊവിഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അണ്ടർ സെക്ഷൻ.
Government may exempt an society from any of the provision of Kerala Cooperative Society Act under section. ഗവൺമെൻറ് ചില സമയത്തിൽ ഏതെങ്കിലും സൊസൈറ്റിക്ക് ആക്ടിലെ ഏതെങ്കിലും ഭാഗത്തിന് എക്സംഷൻ നൽകാറുണ്ട്. അത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ സി ഓപ്ഷനായ 101 സെക്ഷൻ 101 സെക്ഷൻ 101 ഗവൺമെൻറ്റിന് സാറ്റിസ്ഫൈഡ് ആയ സമയങ്ങളിൽ പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യം പരിഗണിച്ചിട്ട് ജനറൽ ഓർ സ്പെഷ്യൽ ഒരു ഉത്തരവിലൂടെ എക്സംഷൻ നൽകാറുണ്ട്. എനി ഓഫ് ദി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് KCX ആക്ട് 1969 എനി ഓഫ് ദി പ്രൊവിഷൻ ഏതെങ്കിലും ഒരു പ്രൊവിഷന് ഏതെങ്കിലും സൊസൈറ്റിക്കോ എനി സൊസൈറ്റി ഓർ എനി ക്ലാസ് ഓഫ് സൊസൈറ്റീസ് എക്സംഷൻ നൽകാറുണ്ട്. ഇത് പ്രത്യേകം ഓർക്കേണ്ട ഒരു പോയിന്റും കൂടിയാണ്. സെക്ഷൻ 101 പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റി. സെക്ഷൻ്റെ പേര് അങ്ങനെയാണ്, പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റീസ്. എനി ഓഫ് ദി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആക്ടിൻ്റെ ഏതെങ്കിലും ഭാഗം ചില സൊസൈറ്റികൾക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക താല്പര്യം ഉത്തരവിലൂടെയെല്ലാം എക്സംഷൻ നൽകാൻ അധികാരം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 101 പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tribunal constituted under this section 81 of the Kerala Cooperative Society Act shall be holding the post of A. 81 സെക്ഷൻ പ്രകാരമാണ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളത്. 81 സെക്ഷൻ പ്രകാരം ഈ ട്രൈബ്യൂണൽ എന്നത് സിംഗിൾ മെമ്പറാണ് ട്രൈബ്യൂണൽ. സിംഗിൾ മെമ്പർ ട്രൈബ്യൂണലാണ്. ഈ സിംഗിൾ മെമ്പറായിട്ട് വരേണ്ടത് ഡിസ്ട്രിക്ട് ജഡ്ജ് പോസ്റ്റ് ഉള്ള പദവിയുള്ള ആൾക്ക് മാത്രമേ ഈ സിംഗിൾ മെമ്പർ ആവാൻ പറ്റുള്ളൂ. സിംഗിൾ മെമ്പർ ട്രൈബ്യൂണൽ ആവാനുള്ള അധികാരമുള്ളൂ. അത് സൂചിപ്പിക്കുന്ന സെക്ഷൻ 81 ഇവിടുത്തെ റൈറ്റ് ആൻസർ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദി സ്റ്റേറ്റ്. അതായത് ദി ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 81 ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഷാൽ ബി ഹോൾഡിംഗ് ദി പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദി സ്റ്റേറ്റ്. Next question. The government shall establish a state cooperative union under section. പലപ്പോഴും പല എക്സാമിന് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഏത് സെക്ഷൻ പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ്? ഇവിടെ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷനായ 89 ഓഫ് KCS ആക്ട് ആണ്. KCS ആക്ട് 89 സെക്ഷൻ 89 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നതിനെ കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് 2 ഭാഗമുണ്ട്. ക്വസ്റ്റ്യൻ്റെ ആദ്യമേ പറഞ്ഞിരുന്നു, ജനറൽ ബോഡി ആൻഡ് മാനേജിങ് കമ്മിറ്റി. ജനറൽ ബോഡിയിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ജനറൽ ബോഡി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വരുന്ന മെമ്പേഴ്സ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും അപെക്സ് സൊസൈറ്റീസ് പിന്നെ സെൻട്രൽ സൊസൈറ്റീസ് ഇവിടെ നിന്നൊക്കെയുള്ള ഡെലിഗേറ്റ്സും പിന്നെ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവും വിമൻ മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെമ്പേഴ്സ് ബിലോങ് ടു ദ SC and ST, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഗവൺമെൻറ് നോമിനീസ്, മാനേജിംഗ് കമ്മിറ്റീസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇവരൊക്കെയാണ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇവരൊക്കെയാണ് ജനറൽ ബോഡി ഓഫ് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അംഗങ്ങളായിട്ട് ഉണ്ടാവുക. അതേപോലെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാവും. മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ തന്നെ പ്രധാനമായിട്ടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ നിന്നുള്ള മെമ്പേഴ്സും അതേപോലെ സ്റ്റേറ്റിലെ റവന്യൂ ഡിസ്ട്രിക്ട്സിൽ നിന്നുള്ള ഒരു മെമ്പർ, അതായത് 14 ഡിസ്ട്രിക്ട്സിന് 40 മെമ്പേഴ്സ് അങ്ങനെ വരും. അതുപോലെ അപെക്സ് സൊസൈറ്റീസിന് ഡെലിഗേറ്റ്സ്, അങ്ങനെ 23 മെമ്പേഴ്സാണ്. സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അടക്കം, അതായത് അദ്ദേഹം എക്സ് ഒഫീഷ്യ മെമ്പർ ആയിരിക്കും. ഇങ്ങനെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലുള്ള 2 ഭാഗങ്ങളായ ജനറൽ ബോഡിയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഉള്ള മെമ്പേഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. CCUക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡി എന്ന സംഭവം ഉണ്ടാവുകയുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ,
Section 57 of the Kerala Cooperative Society describe. Section 56. Section 56 ഡീൽ ചെയ്യുന്നത് ഇവിടുത്തെ റൈറ്റ് ആൻസർ സി ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് 56 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നും ഇവിടെ അതിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ 15% കുറയാത്ത നെറ്റ് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. മാത്രമല്ല 5% കവിയാത്തതോ അതല്ലെങ്കിൽ മിനിമം 2000 മാക്സിമം 60,000 60,000 എമൗണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കൃത്യമായിട്ട് പറയുന്ന സെക്ഷൻ കൂടിയാണ് സെക്ഷൻ 56. പ്രധാനപ്പെട്ട സെക്ഷൻ കൂടിയാണ്. അതിൽ ഓരോ ഐറ്റംസിൻ്റെ കണക്കുകൾ ചോദിക്കാറുണ്ട്, പല എക്സാമിനും ചോദിച്ച് കാണാറുമുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗഹാൻ ക്യാൻ ബി ക്രിയേറ്റഡ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ഡേസ് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ടേം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഗഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിട്ടൺ ഡിക്ലറേഷനാണ് ബൈ ദി ബോറോവർ. ലോൺ എടുക്കാൻ വരുന്ന ബോറോവർ നൽകുന്ന റിട്ടൺ ഡിക്ലറേഷനാണ് ഗഹാൻ എന്ന് പറയുന്നത്. ഇതൊരു വാലിഡ് മോർട്ടഗേജിന് തുല്യമായി വരുന്ന ഒരു ഡിക്ലറേഷൻ കൂടിയാണ്. ലോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാൻ പറയാം. ബാങ്കുകൾ ഇത്തരം ഡിക്ലറേഷന് എഴുതി വാങ്ങാറുള്ളത് പ്രധാനമായിട്ടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്, ഇവയൊക്കെ ഇത്തരം ബാങ്കുകൾ ലോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബോറോവർ കയ്യിൽ നിന്ന് വാങ്ങുന്ന റിട്ടൺ ഡിക്ലറേഷൻ, അങ്ങനെ തന്നെ പറയണം, റിട്ടൺ ഡിക്ലറേഷൻ. ഈ റിട്ടേൺ ഡിക്ലറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് മോർട്ടഗേജിന് തുല്യമായിട്ട് വരുന്ന ഒരു പേപ്പറും കൂടിയാണ് ഇത്. ഇതിനാണ് ഈ ഗഹാൻ എന്ന് പറയാറുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യന് ഈ ഗഹാൻ ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏത് എന്നാണ് ചോദിച്ചത്. അത് സി ഓപ്ഷൻ ആയ 36A പ്രകാരം ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഗഹാൻ 36 സെക്ഷൻ 36A എന്ന സി ഓപ്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രജിസ്ട്രാർ ഷാൾ ക്ലാസിഫൈ ദി സൊസൈറ്റി അക്കോർഡിംഗ് ടു ഇറ്റ്സ് ടൈപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ എന്നത് റൂൾ എന്ന് തിരുത്തി വായിക്കണം. റൂൾ 15 പ്രകാരം, അതായത് ഇവിടുത്തെ ബി ഓപ്ഷനായ റൂൾ 15 പ്രകാരമാണ് സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ക്ലാസിഫിക്കേഷൻ എന്ത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു റൂൾ 15. ഒന്ന് ക്രെഡിറ്റ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, ഫാമിംഗ് സൊസൈറ്റീസ്, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ്, ഹോസ്പിറ്റൽ സൊസൈറ്റീസ്, SC or ST സൊസൈറ്റീസ്, എഡ്യൂക്കേഷണൽ സൊസൈറ്റീസ്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്, വനിത സൊസൈറ്റീസ്, ടൂറിസം സൊസൈറ്റീസ് ആൻഡ് മിസലേനിയസ് സൊസൈറ്റീസ് എന്നിങ്ങനെയാണ് റൂൾ 15 പ്രകാരം സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലോ ഏരിയയിൽ നിന്നുള്ള ലെക്ചർ സീരീസ് തുടരും. കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കോപ്പറേറ്റീവ് എക്സാമിൻ്റെ ഒരു കോർ ഏരിയ കൂടിയാണ് കോപ്പറേറ്റീവ് ലോ. പ്രധാനമായിട്ടും കേരളത്തിൻ്റെ KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. ഇതിൽ നിന്നും കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക ലെക്ചർ സീരീസ് തുടരും. താങ്ക്സ് ഫോർ വാച്ചിങ്.